അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. മണിപ്പൂരിൽ എന്തുകൊണ്ട് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായില്ല? വിശ്വാസത്തിന് വേണ്ടി പീഡ സഹിച്ചപ്പോൾ എവിടെ പോയി കർത്താവ്? നല്ലൊരു ചോദ്യമായി പോയല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മണിപ്പൂരിലെ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാവാഞ്ഞത്? പ്രത്യേകിച്ച് വിശ്വാസത്തിന് വേണ്ടി പീഡകൾ സഹിക്കുമ്പോൾ ഈ കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? ഇതാണ് ചോദ്യം. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം കൂടിയാണ്. കാരണം യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കുന്ന വ്യക്തികൾ അരിയിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയും അത്ഭുതം ചെയ്യുകയും വേണ്ടേ എന്നതാണ് ചോദ്യം. അതിനെന്താ കാരണം എന്നറിയാമോ? അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയിൽ ദൈവം പീഡകൾ അനുവദിച്ചിട്ടുണ്ട്. അനുവദിക്കാനുള്ള കാരണം എന്താ? ഭൂമി ഒരു സ്വർഗമല്ല. അതിൻ്റെ കാരണം ഭൂമി ഇപ്പോൾ സ്വർഗം അല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറുന്ന, കർത്താവിൻ്റെ രാജ്യം മാത്രം നടപ്പിലാവുന്ന ഒരു സ്ഥലമാണ് ഭൂമിയെങ്കിൽ ദൈവം ഒരിക്കലും ഭൂമിയിൽ മനുഷ്യ കുഞ്ഞുങ്ങളുടെ പീഡനങ്ങളോ രോഗങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ മണിപ്പൂരിലെ ക്ലേശങ്ങളോ ഒന്നും അനുവദിക്കില്ല. പലരും വിചാരിക്കുന്നത് ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല, ദൈവമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണം, അപ്പോൾ ഭൂമിയിൽ തിന്മയുണ്ടാകാനുള്ള കാരണവും ദൈവമാണ്, അപ്പോൾ ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ തിന്മയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു രീതിയിലാണ് പലരും വിചാരിക്കുന്നത്. അതുപോലെ പലരുടെയും തെറ്റിദ്ധാരണയാണ് എന്തുണ്ടാകുമെന്നതിനെ കുറിച്ചുള്ളൊരു തലവര, വിധി ഓൾറെഡി ഫിക്സറാണ്. ദൈവത്തിനത് അറിയാം. ദൈവത്തിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കാര്യമൊക്കെ അറിയാൻ പറ്റും ദൈവത്തിന്. അതുകൊണ്ട് ദൈവം എഴുതി വച്ചിട്ടുണ്ട്, അതനുസരിച്ച് മാത്രമേ നടക്കൂ എന്നൊക്കെയാണ് പലരുടെയും ധാരണ. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമല്ല നടക്കുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം, പക്ഷെ അങ്ങനെയാണ്. പിന്നെ എന്താ ഈ ഭൂമിയിൽ നടക്കുന്നത്? ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ രാജ്യമാണ്. മനുഷ്യനാണ് ഭൂമിയുടെ അധികാരി. അതെങ്ങനെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്? ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും പേരിടാനായിട്ട് ദൈവം ആദത്തിന് അനുവാദം കൊടുക്കുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, നീ ഇതിനെല്ലാം പേരിടുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അധികാരവും, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ്റെയും മേലുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകി. എന്തുകൊണ്ടങ്ങനെ നൽകിയത്? മനുഷ്യൻ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ഈ അധികാരം ദൈവം മനുഷ്യന് നൽകുകയാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരമാണ് നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം. ഒന്നുകൂടി പറയാം, ഈ പഴം ഭക്ഷിക്കരുത്, നീ മരിക്കും എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ അങ്ങനെയല്ല, ഞാൻ ദൈവത്തെ പോലെയാകും എന്ന് ആദം തീരുമാനിച്ചിടത്താണ് പാപം. ഇപ്പോൾ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ആദത്തിൻ്റെ തീരുമാനം സകല മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഞാൻ മണിപ്പൂരിൽ ചെല്ലുകയും ആക്രമിക്കുകയും അവിടെയുള്ള ക്രിസ്ത്യാനികളെ നശിപ്പിക്കുകയും ചെയ്യും എന്നൊരു വിഭാഗം ചിന്തിക്കുമ്പോൾ ആദം ചിന്തിക്കുന്ന അതേ ചിന്തയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റും. അല്ലെങ്കിൽ ഇന്നേ സ്ഥലത്ത് ഈ രാജ്യത്ത് ക്രിസ്തുമതം വേണ്ട, എൻ്റെ മതം മാത്രം മതി എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടം നടപ്പിലാക്കുന്നത്. നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാകുന്ന സ്ഥലമാണ്. എന്നാൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ഇഷ്ടമാണ് നടപ്പിലാവുന്നത്. നമുക്കറിയാം, സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ വൈദികൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു? ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നു എന്ന് മറുപടി പറയും. അതായത് നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ ചോദിക്കാതെ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തരികയില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ വരികയില്ല. നമ്മുടെ ബില്ലാണ് ദൈവം ചോദിക്കുന്നത്, ആഗ്രഹം. നാം ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ മേൽ ഭരമേൽപ്പിക്കില്ല, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കില്ല. അപ്പം ഇത് തന്നെ ലോകത്ത് നടക്കുന്നത്. ലോകത്ത് തിന്മയുണ്ടാകുന്നതിന് അടിസ്ഥാനപരമായ കാരണം, ഏതൊരു മനുഷ്യനിൽ തിന്മയുടെ അരൂപി വസിക്കുന്നുവോ അവർ അവരുടെ കയ്യുക്ക് അധികാരം കാണിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ തിന്മ കടന്നു വരിക. ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ ദൈവം അത് അനുവദിക്കുന്നതിന് കാരണം ഈ മനുഷ്യൻ്റെ ഫ്രീ വില്ലിൽ
ഇടപെടരുതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തി അവിടെ തകരുന്നുണ്ടാകാം. ഒരു വ്യക്തി ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. മറ്റൊരു വ്യക്തി തൻ്റെ അതിക്രൂരത അവൻ്റെ ഇഷ്ടം നടപ്പിലാക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം ആ സ്ത്രീ പെൺകുട്ടിയെ രക്ഷിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സഹനമാണ് ആ പാപത്തിൻ്റെ പരിഹാരം. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സഹനാണല്ലോ പാപത്തിൻ്റെ പരിഹാരമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ഈ ലോകത്തുണ്ട്, ഒരു കുന്നും ഒരു ഇറക്കവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പാപവുമുണ്ട് സഹനവുമുണ്ട്. ഇത് ഈക്വലൈസ് ചെയ്യണം ഭൂമിയെ. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സഹനമാണ് ഭൂമിയെ നിലനിർത്തുന്നത് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും, അല്ലാതെ സത്യവുമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ പാപത്തിൻ്റെതായ സഹനങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ട്, അത് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം അതിൽ ഇടപെടുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഫ്രീ വില്ലിലും അധികാരത്തിലുള്ള കൈകടത്തല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തതിന് ശേഷം ഹവ്വയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, പുരുഷൻ സ്ത്രീയെ ഭരിക്കും. ഇതാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? പാപം കടന്നു വന്നു, മോളെ നീ ദുർബലയാണ്, നിന്നേക്കാൾ കയ്യൂക്കുള്ളവനാണ് ആദം. അതുകൊണ്ട് ആദം നിന്നെ ഭരിക്കാൻ തുടങ്ങുകയാണ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. നീ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അപ്പോൾ സ്ത്രീയും പുരുഷനും ഈക്വലാണ്. എന്നാൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ അധികാരവും കയ്യൂക്കും ഉള്ളവനാണ് കാര്യക്കാരൻ. അപ്പോൾ പുരുഷൻ നിന്നെ ഭരിക്കും. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വപ്നം അതല്ല. അപ്പോൾ നീ ഭരിക്കപ്പെടും, അല്ലെങ്കിൽ നാം ചൂഷണത്തിന് വിധേയരാക്കപ്പെടും. കാരണം പാപമുണ്ട്. ഇതാണ് എൻ്റെ വസ്തുത. അപ്പോൾ മണിപ്പൂരിൽ കുറേയധികം പാപികൾ നിഷ്കളങ്കരെ പീഡിപ്പിച്ചു കൊല്ലുന്നു, വിവസ്ത്രരാക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? പാപമുള്ളത് കൊണ്ട്. ദൈവം അവിടെ ഇടപെട്ടിട്ട് ഈ പാപം ചെയ്യേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഫ്രീ വിൽ ഇടപെടുകയാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ സഹിക്കുന്ന വ്യക്തികൾക്ക്, നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ്. ആ ദൈവരാജ്യത്തിൻ്റെ ഓഫറാണ് ഇത് കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ മാത്രമേ കാണുന്നുള്ളൂ. സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് ആവശ്യമായ, നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ പറയില്ലേ, ആ ശുദ്ധീകരണത്തിന് ആവശ്യമായ സഹനങ്ങളെ ഭൂമിയിൽ ആ വ്യക്തി അനുഭവിക്കുകയാണെങ്കിൽ നല്ല തേജസ്സുറ്റ കിരീടം ആ സഹിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ നൽകും. എന്നാൽ ആ സഹനം സ്വീകരിക്കുന്നത് വളരെയധികം നിരാശയോടും ക്ഷമിക്കാനാവാത്ത മനസ്സോടും കൂടിയാണെങ്കിൽ ആ സഹനത്തിൻ്റെ മൂല്യം ഇടിയും. പാപം ചെയ്ത വ്യക്തി പരിഹാരം ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്കും സ്വർഗരാജ്യം പ്രാപ്യമല്ലാതെയാകും. അപ്പോൾ ഇങ്ങനെയൊരു ബാലൻസിങ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. കാനായിലെ കല്യാണ വിരുന്ന്, അവിടെ അവർക്ക് വീഞ്ഞില്ല. യേശുവിനതറിയാം അവർക്ക് വീഞ്ഞില്ല. പക്ഷേ മറിയം അവർക്കിടയിൽ ഇടപെടുകയും അവർക്ക് വീഞ്ഞില്ല എന്നുള്ള വസ്തുത മറിയം വന്ന് യേശുവിനോട് പറയുന്നുണ്ട്. ഈ പറയുമ്പോൾ യേശു ക്രിസ്തുവിന് എന്താ പറയാനുള്ളത്? യേശു പറയുന്നത് അത് അവരുടെ കാര്യം, സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത്? നമ്മൾ നേരത്തിൽ ഇടപെടണമെന്നാണ് യേശു ചോദിക്കുന്നത്. കാരണം അവിടെ ഒരു സഹനം ഉണ്ടാകുന്നു, അത് സ്വാഭാവികം, അതിലിടപെടേണ്ടതില്ല. ആ സഹനത്തിന് ഉത്തരം നൽകുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാണ്. പക്ഷെ മറിയം അവിടെ ഇടപെടുകയാണ്. മറിയം പരിചാരകരെ വിളിച്ചു കൂട്ടുന്നു, അവൻ പറഞ്ഞ പോലെ ചെയ്യുക എന്ന് പറയുകയാണ്. മറിയത്തിൻ്റെ നിർബന്ധ ബുദ്ധിയിൽ ആവശ്യത്തിനനുസരിച്ച് യേശു ആ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പം എന്താ കാരണം? സഹനം നീക്കുവാനായി പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിശുദ്ധരുടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സഹനങ്ങൾ ദൈവം കാണുമ്പോൾ ദൈവത്തിന് കണ്ണില്ലാത്തതുകൊണ്ടല്ല അത് മാറ്റിത്തരാത്തത്. ആ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് അത് അനുവദിക്കുന്നത്. അപ്പോൾ വിശുദ്ധന്മാരോട് നമ്മൾ സഹായം തേടുമ്പോൾ അവർ കർത്താവിൻ്റെ മുമ്പിൽ ആ ഒരു അപേക്ഷ വയ്ക്കുകയും ആ സഹനത്തിൻ്റെ വിഷമം അവർക്കറിയാം, മറിയത്തിനറിയാം, വിശുദ്ധർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ കർത്താവിൻ്റെ അടുത്ത് മധ്യസ്ഥ വയ്ക്കുമ്പോൾ കർത്താവ് ഇടപെടുകയും ചെയ്യുന്നു. അതാണ് വിശുദ്ധരുടെ മധ്യസ്ഥൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ നേരിട്ട് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കില്ല, പിന്നെ എന്തിനാ വിശുദ്ധരെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം ഞാൻ പറഞ്ഞു തന്നത് മാത്രം. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ്. ഇവിടെ ഭൂമിയിൽ മനുഷ്യനാണ് അധികാരം. അതുകൊണ്ട് അവൻ പാപം ചെയ്യുന്നു, അതുകൊണ്ട് അതിൻ്റെ ഇരകളുണ്ടാകുന്നു.
അത് ഇവിടെ സ്വർഗമല്ലാത്തത് കൊണ്ടാണ്. എന്തായാലും സഹനത്തിന് തുല്യമായ ഒരു പ്രതിഫലം സ്വർഗത്തിൽ ദൈവം തരുമെന്നതിൽ ഒരു സംശയവും വേണ്ട. പാപിക്കുള്ള ശിക്ഷയും അതുപോലെ തന്നെ ദൈവമായി ഐക്യപ്പെട്ടില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള വസ്തുതയ്ക്കും ഒരു സംശയവും വേണ്ട എന്നുള്ള കാര്യം അറിയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.